إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية كل ضلالة في النار. يا أيها الناس اعبدوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن عذاب ربك لواقع ما له من دافع. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തു തൂറിലെ 7-8 ആയത്തുകളാണ് ഞാൻ ആദ്യമായി ഓതി വെച്ചത്. ഇന്ന അദാബ റബ്ബക ലവാഖിഉ, തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു. മാ ലഹു മിൻ ദാഫിഉ, അത് തടുക്കുവാൻ ആരും തന്നെയില്ല. ഖുർആനിലെ ഈ 2 ആയത്തുകൾ ഒരുപാട് തവണ പാരായണം ചെയ്തിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ 2 ആയത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വിശ്വാസികൾ എന്ന നിലയ്ക്ക് മനസ്സിലാക്കൽ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളതാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് അദ്ദേഹം തൻ്റെ അനുയായികളുടെ, തൻ്റെ പ്രജകളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി രാത്രി സമയത്ത് നടന്നു പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം നിൽക്കുകയും ആ പാരായണം കേൾക്കുന്ന വീട്ടിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുകയാണ്. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സഹോദരൻ സൂറത്തു തൂറിലെ ഏതാനും ആയത്തുകൾ പാരായണം ചെയ്യുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത്. അത് ഇപ്രകാരമാണ്: ഇന്ന അദാബ റബ്ബക ലവാഖിഉ, തീർച്ചയായും നിന്റെ രക്ഷിതാവിൻ്റെ ശിക്ഷ സംഭവിക്കുന്നത് തന്നെയാകുന്നു. മാ ലഹു മിൻ ദാഫിഉ, അത് തടുക്കുവാൻ ആരും തന്നെയില്ല, ആരെക്കൊണ്ടും സാധിക്കുകയില്ല എന്ന ആ വാചകം കേട്ടതോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു സ്തബ്ധനായിക്കൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്,
എൻ്റെ നാഥനാണ്, കഅബയുടെ നാഥനാണ് സത്യം, ഈ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ, അദ്ദേഹം 1 മാസക്കാലം രോഗിയായിട്ട് കിടക്കുകയാണ് ഉണ്ടായത്. ജനങ്ങളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം തന്നെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് യാതൊരു കുറവും തന്നെ ഇല്ല. ഒരു മനസ്സിന് വല്ലാത്ത ഒരു വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ആർക്കും മനസ്സിലായില്ല എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കാരണം എന്നുള്ളത്. അത് ഈ സൂറത്തു തൂറിലെ 2 ആയത്തായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന അബൂബക്കർ ഇഖ്ഫുൻ, പ്രവാചകരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ പിതാവ് ലോല ഹൃദയനാണ്. അദ്ദേഹം ഇമാമ് നിൽക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹത്തിന്റെ പാരായണം ഞങ്ങൾ കേൾക്കുവാൻ സാധിക്കുകയില്ല. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തേങ്ങലുകൾ മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന് അവർ പറയുകയാണ്. സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളെ പരിശുദ്ധ ഖുർആൻ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്നുള്ള 1-2 സംഭവങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അവർ ഓതിയ അതേ ഖുർആൻ തന്നെയാണ് നമ്മളും ഓതുന്നത്. അവർ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ, ആയത്തുകൾ അത് തന്നെയാണ് നമ്മളും പാരായണം ചെയ്യുന്നത്. അവർക്കുണ്ടായ മാറ്റം, അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായ ഏതാനും ചില കാര്യങ്ങളാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ അത് കേൾക്കുവാൻ നാം സമയം കണ്ടെത്തണം. കേൾക്കുക എന്നുള്ളത് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. പഠനത്തെ പോലെ, വായനയെ പോലെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേൾക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് പോലും പുണ്യമുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട്, താങ്കൾ എനിക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുക, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളവരും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ കേൾക്കുക എന്നുള്ളത് മാത്രം മതി ഒരു വിശ്വാസിയുടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ. അത് കേവലം ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ മാത്രമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ദഅവത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പോലും പരിശുദ്ധ ഖുർആനിന്റെ ഏതാനും വാക്കുകൾ, ആയത്തുകൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുറൈശികളുടെ നേതാവായിരുന്ന ഉത്ബത്ത് ഇബ്നു റബീഅ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകന്റെ ദഅവത്തിന് തടയിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ പ്രവാചകന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും തുടർന്നുകൊണ്ട് അദ്ദേഹം മക്കയിലെ തങ്ങളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അവരുടെ ഗോത്രത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അവിടുന്ന് അതെല്ലാം സാഗൂതം കേൾക്കുന്നു. ഒരു മറുപടി പോലും അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് അദ്ദേഹം എല്ലാം പറയുന്നതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, താങ്കൾ സംസാരിച്ച് കഴിഞ്ഞുവോ? താങ്കൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി ഞാൻ പറയുന്നത് കൃത്യമായി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ഫുസ്സിലത്തിലെ 41-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള 13 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യണം. ഹമീം തൻസീലും മിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഫഇൻ അഅറദു ഫഖുൽ അൻസർതുകും സായിഖതൻ മിസ്ല സായിഖതി ആദി വസമൂദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ഓതിയപ്പോൾ തന്നെ അദ്ദേഹം നിർത്താൻ ആവശ്യപ്പെടുകയാണ്. എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്? ഹമീം തൻസീലും മിർ റഹ്മാനിർ റഹീം, പരമകാലയിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ് ഈ ഖുർആൻ. തുടർന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ദൂതനായി വന്നിട്ടുള്ളതായ കാര്യമെല്ലാം താക്കീതായിക്കൊണ്ട് അവരോട് പറയുകയാണ്. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പും അതിനുള്ള വ്യതിരക്തതകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നു, ഇതെല്ലാം കേട്ടതിന് ശേഷം അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്നീ സമുദായങ്ങൾക്ക് നേരിട്ട ഭയങ്കര ശിക്ഷ പോലെയുള്ള ഒരു ശിക്ഷയെപ്പറ്റി ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് പറഞ്ഞതോടുകൂടെ, ഈ അർത്ഥം വരുന്ന ആയത്ത് പറഞ്ഞതോടുകൂടെ അദ്ദേഹം ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പ്രവാചകന്റെ വായെ പൊത്തിപ്പിടിക്കുകയാണ്. പ്രവാചകരെ, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണല്ലോ, അതുപോലെ തന്നെ താങ്കൾ ബന്ധങ്ങളെല്ലാം ചേർക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇനി ഓതല്ലേ ഓതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഭയത്തോടുകൂടെ ആ ഖുർആന്റെ പാരായണം തന്നിലും സ്വാധീനം ചെലുത്തുമോ എന്നുള്ള ഭയത്തോടുകൂടെ അദ്ദേഹം തന്റെ ആൾക്കാരിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. തിരിച്ച് ഖുറൈശികളുടെ അടുക്കലേക്ക് എത്തിയ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, പോയതുപോലെയുള്ള ഉത്ബയല്ല തിരിച്ചു വരുന്നത്, പോയതുപോലെയുള്ള ഉത്ബയല്ല ഇപ്പോൾ തിരിച്ചു വരുന്നത്. താങ്കൾക്ക് എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, മുഹമ്മദിന്റെ അവന്റെ രീതിക്കനുസരിച്ച് വിട്ടേക്കുക. അവന്റെ പക്കൽ ചില വചനങ്ങളുണ്ട്, അതിനൊരു വല്ലാത്ത ശക്തിയാണ്, അതിന് വല്ലാത്ത ഒരു സ്വാധീനമാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവനെ വിട്ടേക്കുക എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് കേവലം ഒരു ഉത്ബയിൽ മാത്രമല്ല. ഖുറൈശികളുടെ പ്രമുഖനായിരുന്ന വഈലത്ത് ഇബ്നു മുഗീറ, അദ്ദേഹം മക്കയിലെ പ്രധാനികളായ കവികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തെയും ഖുറൈശികൾ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കാൻ വേണ്ടി അയക്കുകയാണ്. പ്രവാചകന്റെ അടുക്കൽ വരികയും വിശേഷങ്ങൾ പറയുകയും ചെയ്തതിനു ശേഷം റസൂലുള്ള അദ്ദേഹത്തിനും ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. റസൂലുള്ളാഹിൽ നിന്നും ആയത്തുകൾ ഓതി കിട്ടിയ അദ്ദേഹം തിരിച്ച് തൻ്റെ ഖുറൈശികളുടെ അടുക്കലേക്കല്ല പോയത്, തൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. തൻ്റെ വീട് കൊട്ടി അടച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങാതെ അദ്ദേഹം വീട്ടിലേക്ക് ഇരിക്കുകയാണ്. ഇവിടെ മക്കയിലാണെങ്കിലോ ഇദ്ദേഹത്തെ ആൾക്കാർ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അവസാനം ദിവസങ്ങളായിട്ടും കാണാത്തത് കാരണത്താൽ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയെ അവിടെയുള്ളവർ വഈലത്ത് ഇബ്നു മുഗീറയെ വീട്ടിൽ ചെന്ന് കാണുവാൻ ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് ചെന്ന് കാണുകയും താങ്കൾക്ക് എന്ത് പറ്റി, താങ്കൾ ഞങ്ങളുടെ ഇടയിലോട്ട് വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മക്കയിലുള്ളവരെല്ലാം താങ്കൾക്ക് വേണ്ടി സമ്പത്ത് സ്വരൂപിക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ വലീദ് ഇബ്നു മുഗീറ പറയുകയാണ്, സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ളവനാണല്ലോ ഞാൻ, എനിക്ക് നിങ്ങളുടെ സമ്പത്തൊന്നും ആവശ്യമില്ല. താങ്കൾ മുഹമ്മദിന്റെ അടുക്കൽ പോയതിനു ശേഷം ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്, താങ്കളും മുഹമ്മദിന്റെ വലയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. അത് തിരുത്തണമെങ്കിൽ, ജനങ്ങളെ താങ്കൾ വിശ്വസിക്കണമെങ്കിൽ താങ്കൾ മുഹമ്മദിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം. എന്താണ് താങ്കൾ മുഹമ്മദിൽ നിന്ന് കേട്ടത്? ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുഹമ്മദിനെ പറ്റി എന്താണ് ഞാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടതിനെ സംബന്ധിച്ച് മുഗീറ പറയുകയാണ്, മുഹമ്മദിന്റെ അടുക്കലുള്ള ഏതാനും ചില വാക്കുകൾ അതൊരു വല്ലാത്തൊരു സ്വാധീനമാണ്, അതൊരു സിഹറാണ് അതൊരു മായാജലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്. ഈ വലീദ് ഇബ്നു മുഗീറയുടെ ഈ പരാമർശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുദ്ദസ്സിറിലെ 11 മുതൽ 25 വരെയുള്ള ആയത്തിലൂടെ വലീദ് ഇബ്നു മുഗീറ എന്താണ് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ. എന്നിട്ട് അവൻ പറഞ്ഞു, അത് അവനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മാരണമല്ലാതെ മറ്റൊന്നുമല്ല. ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ,
ഇത് പറഞ്ഞത് മാത്രവുമല്ല, സുബൈർ ബിൻ മുത്ഇം ഇദ്ദേഹം ആദ്യകാലത്ത് മുശ്രിക്കായിരുന്നു, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഒരിക്കൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരുമ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഏതാനും ചില ആയത്തുകൾ പാരായണം കേൾക്കുകയാണ്. ആ കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം തന്നെ പറയുകയാണ്, എൻ്റെ മനസ്സ് വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. എൻ്റെ ഖൽബ് എന്നിൽ നിന്നും വേറെ ഏതോ ലോകത്തേക്കാണ് കടന്നു പോയിട്ടുള്ളത്. അതിനൊരു വല്ലാത്ത സ്വാധീനമായിരുന്നു എന്ന് അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ സുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം അല്ലാത്ത ആൾക്കാരിൽ വരെ പരിശുദ്ധ ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എങ്കിൽ അവർ ഓതുന്ന, അവർ പാരായണം ചെയ്ത അതേ ഖുർആൻ തന്നെയല്ലേ നാം പാരായണം ചെയ്യുകയും ഓതുകയും ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആൻ എങ്ങാനും പർവ്വതത്തിന്റെ മുകളിൽ എങ്ങാനും അവതരിച്ചിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള ഭയത്താൽ ആ ഖുർആൻ വിനയാന്വിതനായി പൊട്ടി തകർന്നു പോകുന്നെന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ ഗാംഭീര്യത്തെ കുറിച്ചാണ് സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നത്. എത്രയോ തവണ പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ നമ്മെ നിയന്ത്രിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് നമ്മുടെ ജീവവായു പോലെ നമ്മുടെ ഭാഗമായ ഈ കാലഘട്ടത്തിൽ അത് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ പോലും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്? ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അതിൽ കാണുമ്പോൾ അത് കേൾക്കുവാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, അതിനെപ്പറ്റി ചിന്തിക്കുവാൻ നാം സമയം കണ്ടെത്തുന്നുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരു മാസക്കാലം രോഗിയാക്കി കിടത്തുവാൻ കാരണമായ ആ സൂറത്തു തൂറിലെ ആയത്തുകൾ. അതുപോലെ ഓരോ സഹാബികളുടെയും ചരിത്രം നമുക്ക് അറിയാം. രണ്ടാമതായി ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിക്കണം. ഖുർആനിന്റെ അർത്ഥം കേൾക്കുവാനും പഠിക്കുവാനും വായിക്കുവാനും ആ ആശയം മനസ്സിലാക്കി ജീവിക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാവുകയുള്ള സഹോദരങ്ങളെ. എല്ലാ തിന്മകളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ മാറ്റി നിർത്തിയത് ഫഹൽ അൻതും മുൻതഹൂൻ, കള്ളുകുടിയിൽ വ്യാപൃതരായിരുന്ന ആ സമൂഹത്തെ നിങ്ങൾക്ക് അതിൽ നിന്നും വിരമിക്കാൻ സമയമായില്ലേ എന്നുള്ള ഖുർആനിന്റെ ആഹ്വാനം അവർ ശിരസാ വഹിച്ചു. ഇൻതഹൈന, ഞങ്ങളിതാ അതിൽ നിന്നും വിരമിച്ചിരിക്കുന്നു എന്ന് മക്കയിലുള്ള മുസ്വാസികളെല്ലാം ഘട്ടം ഘട്ടമായി ആ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ ഘട്ടം ഘട്ടമായി അള്ളാഹുവിന്റെ കൽപ്പനയെ അവർ ശിരസാ വഹിച്ച സഹോദരങ്ങളെ. മാത്രമല്ല സ്വഹാബികളുടെ ജീവിതത്തിന് ശേഷവും അവരുടെ കാലത്തിന് ശേഷവും ആ ഖുർആൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കയെ മരുഭൂമിയിലെ ചെന്നായ എന്ന് അറിയപ്പെടുന്ന ഫുളൈൽ ബിൻ അയ്യാദ് എന്ന ആളെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു തെമ്മാടിയാണെന്നും കള്ളനാണെന്നും, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഒരു രാത്രി പോലും സ്ത്രീകളുമായി ശയിക്കാത്ത ഒരു രാത്രി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അങ്ങനെ അദ്ദേഹം സ്ത്രീകളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ആരെയും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് തൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീയെ, അവർ വളരെ വയോവൃദ്ധിയായാണ്, എന്നാലും അവരും ഒരു സ്ത്രീയാണല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ഇദ്ദേഹം അവരുടെ അടുക്കലേക്ക് പോവുകയാണ്. അദ്ദേഹം അവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരതാ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിലെ 16-ാമത്തെ ആയത്ത് ഓതുന്നതാണ് അദ്ദേഹം കാണുന്നത്.
ആയത്ത് പ്രകാരമാണ് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും വമാ നസല മിനൽ ഹഖ്, അവതരിപ്പിച്ച് കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങുവാനും വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ, തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ? അങ്ങനെ ആ വേദക്കാർക്ക് കാലം ദീർഘിച്ചു പോവുകയും തന്മൂലം അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയും ചെയ്തു. അവരിൽ അധികം ആളുകളും ദുർമാർഗികളാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് സഹോദരങ്ങളെ. ഈ ആയത്ത് കേട്ട മാത്രയിൽ ആ സ്ത്രീയെ അതാ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് ഫുളൈൽ ഇബ്നു ഇയാദ് കാണുന്നത്. ഈ ആയത്ത് കേട്ട മാത്രയിൽ അദ്ദേഹം ബോധരഹിതനായി വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അദ്ദേഹം ബോധത്തിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം നേരെ മദീനയിലെ ദറസ് നടത്തുന്ന അധ്യാപകരുടെ അടുക്കലേക്ക് പോവുകയും ഞാൻ ഇതുവരെയും തിന്മയിലാണ് ജീവിച്ചിരുന്നത് എന്നും എൻ്റെ ജീവിതത്തിലും മാറ്റം ഉണ്ടാകണം, എനിക്ക് മാറണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടെ അദ്ദേഹം അവരുടെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ആ പരിശുദ്ധ ഖുർആൻ മാറ്റം വരുത്തുകയാണ് സഹോദരങ്ങൾ. നമ്മളും നമ്മുടെ ജീവിതത്തിലും ആ പരിശുദ്ധ ഖുർആൻ മാറ്റം വരുത്തണം. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ, ആരാരും ഇല്ലാത്ത സന്ദർഭത്തിൽ, ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന മൊബൈൽ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാസമയവും നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം നമ്മളെ നിയന്ത്രിക്കുവാൻ, ആ ഒരു ബോധത്തോടു കൂടെ, യഖീനോടു കൂടെയായിരിക്കണം നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടത്. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. ഖുർആൻ അത് നമ്മെ സ്വാധീനിക്കുവാൻ, അത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം സഹോദരങ്ങളെ. അത് അള്ളാഹുവിന്റെ കലാമാണ് എന്ന്. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, ഈ ഗ്രന്ഥം സർവ്വലോക രക്ഷിതാവിൽ നിന്നാകുന്നു. ഈ ഗ്രന്ഥം, അതിൽ യാതൊരു സംശയം തന്നെ ഇല്ല. ആ ഖുർആന്റെ അവതരണം സർവ്വലോക രക്ഷിതാവിൽ നിന്നാകുന്നു, അതിൽ യാതൊരു സംശയം തന്നെ ഇല്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന സഹോദരങ്ങളെ. ഏതെങ്കിലും ഗ്രന്ഥം വായിക്കുന്നത് പോലെയല്ല പരിശുദ്ധ ഖുർആൻ. പവിത്രമാക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം പോലെയുമല്ല. ആ പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് വായിച്ചാൽ പോലും, ഒരു വാചകത്തിന് പോലും, അക്ഷരത്തിന് പോലും വളരെയധികം കൂലിയുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ആയത്ത്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഇന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് നമ്മളോട് പറയുമ്പോൾ, ആ പറഞ്ഞതിന്റെ വിധിയിൽ ഇന്ന അടത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. തമീം ഗോത്രത്തിലുള്ള ഏതാനും ആൾക്കാർ പരിശുദ്ധ ഇസ്ലാമിനെ പറ്റി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയും ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും വെവ്വേറെ ആൾക്കാരുടെ പേരുകളാണ് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഖ്റ ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരും ഉമർ റളിയല്ലാഹു മറ്റൊരു വ്യക്തിയുടെ പേരുമായിരുന്നു പറഞ്ഞത്. അവർ തമ്മിൽ തർക്കമായി. ഞാൻ പറഞ്ഞ ആളെയാണ് അയക്കേണ്ടത്. മാനുഷികമായ ചാബല്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലായിരുന്നിട്ട് പോലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്തൂ, നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ ബഹളം വെക്കരുത് എന്ന് പറഞ്ഞത് പോലും അവർ കേട്ടില്ല. അത്രത്തോളം ശബ്ദം ഉയർന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും സൗത നബി, വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാളും ശബ്ദം ഉയർത്തരുതേ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദുകും ലിബഅദ്, നിങ്ങളിൽ ചിലർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത്. അൻ തഹ്ബത അഅ്മാലകും വഅൻതും ലാ തശ്അറൂൻ, നിങ്ങൾ അറിയാതെ
നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കുവാൻ വേണ്ടി ഈ ആയത്തിറങ്ങിയതിനു ശേഷം സഹോദരങ്ങളെ സ്വഹാബികൾ പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വളരെ ശബ്ദം കുറച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞിരുന്നത് എന്ന് കേൾക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ചെവി കൂർപ്പിച്ചിരിക്കണം. ഇത്രയധികം സൂക്ഷ്മതയായിരുന്നു അവർ തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചിരുന്നത്. ഈ ആയത്തിറങ്ങിയതിനു ശേഷം സാബിത്ത് ബിൻ ഖൈസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി പ്രവാചകന്റെ സവിധത്തിൽ നിന്നും പോവുകയാണ്. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് അടഞ്ഞിരുന്നു കൊണ്ട് കരയുകയാണ്, ഇനി ഞാൻ ഒരിക്കലും റസൂലുള്ളാഹിന്റെ അടുക്കൽ പോവുകയില്ല. ഈ സാബിത്ത് ബിൻ ഖൈസ് അദ്ദേഹത്തിന്റെ ശബ്ദം ജന്മന തന്നെ വലിയ ശബ്ദമായിരുന്നു. നമ്മൾ തന്നെ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് തന്നെ വളരെ ഒച്ചത്തിലായിരിക്കും സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള ആളായിരുന്നു സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തൻ്റെ കൈമുട്ടിനിടയിൽ തല വെച്ചുകൊണ്ട് കരയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ശബ്ദത്തിനേക്കാളും ഉയർന്നാൽ അവരുടെ അമൽ മുഴുവൻ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ എൻ്റെ അമലുകൾ മുഴുവൻ നശിച്ചു പോയി, ഞാൻ നരകത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരയുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സങ്കടം വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇദ്ഹബ് ഇലൈക ഫഖുൽ ലഹു ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാർ. താങ്കൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറയുക, താങ്കൾ അപ്രകാരം നരകത്തിന്റെ ആളിൽപ്പെട്ട ആളല്ല, വലാകിന്നക മിൻ അഹ്ലിൽ ജന്ന, എന്നാൽ താങ്കൾ സ്വർഗത്തിന്റെ ആളാണ് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് സാബിത്ത് ബിൻ ഖൈസിനോട് പറയുവാൻ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നാലാമതായി, ഖുർആൻ നമ്മുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ ആ ഖുർആനിൽ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന ബോധ്യപ്പെടൽ നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ 6000-ലധികം ആയത്തുകൾ ഉണ്ട്. ആ ആയത്തുകൾ ഒന്നും വെറുതെ അല്ല, അത് പ്രവാചകനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുചരന്മാർക്കോ ഏതെങ്കിലും ആൾക്കാർക്ക് വേണ്ടിയോ മാത്രം അവതരിപ്പിക്കപ്പെട്ടതല്ല എന്നുള്ള ചിന്ത നമ്മെ മതിക്കണം. ആ ചിന്ത ആ ബോധം നമ്മളെ നയിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് വേറെ ആരെങ്കിലും ബാധിച്ച കാര്യമാണ് എന്ന രൂപത്തിൽ ഒരിക്കലും തന്നെ നാം സംസാരിക്കാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ പരിശുദ്ധ ഖുർആനിൽ അവഗാഹം നേടിയ ആൾക്കാർക്ക് പ്രത്യേകം സ്ഥാനമുണ്ടായിരുന്നു. അപ്രകാരം സ്ഥാനമുള്ള ഒരു സ്വഹാബിയായിരുന്നു ഹുർർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഉയൈന എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി വന്നുകൊണ്ട് പറയുകയാണ്, യാ ഹുറേ, താങ്കൾക്ക് ഖലീഫയുടെ അടുക്കൽ സ്ഥാനമുള്ളവനാണല്ലോ, എനിക്ക് ഖലീഫയോട് ഏതാനും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ സംസാരിക്കുവാൻ എനിക്ക് അനുവാദം വാങ്ങിച്ചു തരണം. തുടർന്ന് അദ്ദേഹം ഖലീഫ വന്നപ്പോൾ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഇങ്ങനെ, ഹുർർ, താങ്കളെ കാണാനും താങ്കളോട് 1-2 കാര്യങ്ങൾ സംസാരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്, അനുവാദം നൽകുമെങ്കിൽ അദ്ദേഹത്തെ വരാൻ പറയാമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം നൽകി. ഉയൈന എന്താണ് പറയുന്നത് എന്ന് ഹുർർ റളിയല്ലാഹു അൻഹുവിന് യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു. അനുവാദം കിട്ടിയ മാത്രയിൽ അദ്ദേഹം വരികയും യാതൊരു മര്യാദയും ഇല്ലാതെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഹയ്യ യാ ഇബ്നു ഖത്താബ് ഫവല്ലാഹി തുഅതീന അൽഹസന വലാ തഹ്കുമ ബൈനനാ ബിൽ അദ്ൽ. യാ ഇബ്നു ഖത്താബ്, നിങ്ങൾ അധികമായി ഒന്നും നൽകുന്നില്ല, ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ നീതിയോടുകൂടെ പെരുമാറുകയും ചെയ്യുന്നില്ല എന്ന് യാതൊരു മര്യാദയും ഇല്ലാതെ ഒരു ഖലീഫയുടെ, ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ വന്നുകൊണ്ട് ഈ ഉയൈന റളിയല്ലാഹു അൻഹു പറയുകയാണ്. നീതിയുടെ ഉന്മത്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ, ഒരു മര്യാദയും ഇല്ലാതെ ഒരു സംസാരം കേട്ടപ്പോൾ അദ്ദേഹം കോപാകുലനാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം
കോപം കൊണ്ട് ജ്വലിച്ചു. ആ സന്ദർഭത്തിൽ ഹുർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്നല്ലാഹ തആല ഖാല നബിയ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമീറുൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുവാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖുദിൽ അഫ്വ. വിഡ്ഢികളോട്, അവിവേകളുടെ കാര്യത്തിൽ താങ്കൾ വിട്ടുവീഴ്ച നൽകുക, അവരോട് സദാചാരം കൽപ്പിക്കുക, അവിവേകളെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യം ഹുർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഹദീസ് ഗ്രന്ഥങ്ങൾ പ്രകാരം കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും ഉമർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുവാൻ അവർ പ്രതിജ്ഞാബദ്ധരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് എന്നെ സംബന്ധിച്ചുള്ള കാര്യമല്ല എന്നുള്ള ന്യായമല്ല അവർ പറയാൻ നിന്നത്. എത്ര സന്ദർഭങ്ങളാണ്, എത്ര ഹറാമുകളാണ്, തോന്നിയവാസങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. ദീനിലെ ഫർളുകൾ ചെയ്യണമെന്ന് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുമ്പോൾ അതിപ്പോഴും എനിക്ക് ചെയ്യാൻ സമയമായിട്ടില്ല, എൻ്റെ ജീവിതത്തിന്റെ തിരക്ക് കാരണത്താൽ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പഠനം കാരണത്താൽ എനിക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രമാണങ്ങളിൽ നിന്നും അകന്നു പോകുന്ന, എതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരിലേക്ക് നാം ആകുവാൻ പാടില്ല. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബീന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളതാണ് നാം പറഞ്ഞു വന്നത്. അവസാനമായി പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ ഖുർആനിലൂടെ മാത്രമേ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഖുർആൻ ഒഴിവാക്കിയിട്ടുള്ളതായ ഒരു ജീവിതം വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ. വമൻ അഅറള അൻ ദിക്രി, ആരെങ്കിലും എന്റെ സ്മരണയെ തൊട്ട് എന്റെ ഖുർആനെ സംബന്ധിച്ച് തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ വൻകാ, അവനൊരു ജീവിതം കൊടുക്കും. എങ്ങനെയുള്ള ജീവിതം? ഒരു കുടുസായ ജീവിതമായിരിക്കും അവന് നൽകുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ പരലോകത്ത് എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അന്ധനായി കൊണ്ടായിരിക്കും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന. സഹോദരങ്ങളെ, പല ആൾക്കാരും നമ്മൾ പലപ്പോഴും വേവലാതിപ്പെടാറുണ്ട്. കുടുംബത്തിൽ, കച്ചവടത്തിൽ, മക്കളുടെ കാര്യത്തിൽ ഒരു സമാധാനവുമില്ല. ടെൻഷനാണ്. ടെൻഷനുകൾ പലതും നമ്മൾ വരുത്തി വെക്കുന്നതുമുണ്ട്. സമാധാനമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ നമ്മൾ വിളിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിലെ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ, ആരാണ് എൻ്റെ ഖുർആനെ തൊട്ട് തിരിഞ്ഞു കളയുന്നത് അവർക്ക് കുടുസായ ജീവിതമായിരിക്കും ഞാൻ നൽകുന്നത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, നാളെ പരലോകത്ത് അന്ധനായി കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കേണ്ടി വരുമ്പോൾ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളും കിട്ടിയിട്ടും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാൻ, അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കുവാൻ, പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ പല സന്ദർഭങ്ങൾ ഓൺലൈനിലൂടെയും
അല്ലാതെയും ഫിസിക്കലായിക്കൊണ്ടും. ഇവിടെ തന്നെ ഈ പള്ളിയിൽ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും സുബഹി നമസ്കാരത്തിന് ശേഷം ഖുർആൻ ക്ലാസ് എടുക്കപ്പെടുന്നുണ്ട്. അതേപോലെയുള്ള പല പല സ്ഥലങ്ങളിലും ആ ഖുർആൻ പഠിക്കുവാൻ ആഴ്ചയിൽ ഒരു ദിവസത്തിൽ തന്നെ 1 മണിക്കൂർ പോലും പഠിക്കുവാൻ സമയമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഖുർആനിന്റെ എന്ത് അനുയായികളെന്നാണെന്ന്, മുസ്ലിമാണെന്നാണ് സഹോദരങ്ങളെ നമ്മൾ പറയുന്നത്? അതിലെന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത്? അതാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇദാ അറദ്ത അൻ തഅല്ലമ മാ ഇൻദക വഇൻദ ഗൈറുക മഹബ്ബത്തല്ലാഹി ഫൻദുർ മഹബ്ബത്തൽ ഖുർആന മിൻ ഖൽബിക. ഒരുവന് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ, ഫൻദുർ മഹബ്ബത്തൽ ഖുർആന മിൻ ഖൽബിക, അവന്റെ ഹൃദയത്തിൽ ഖുർആനോട് സ്നേഹമുണ്ടോ അഥവാ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ എന്ന് നോക്കട്ടെ. നമ്മള് ഇന്ന് എത്ര ആയത്താണ് ഖുർആൻ ഓതിയത്? സൂറത്തുൽ കഹ്ഫ് ഓതേണ്ട ദിവസമാണല്ലോ ഇന്ന് സുന്നത്താക്കപ്പെട്ടത്. നമ്മളെല്ലാം എത്ര പേര് ഓതിയിട്ടുണ്ട്? ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഖുർആനിന്റെ എത്ര താളുകളാണ് നമ്മൾ ഓതിയിട്ടുള്ളത്? ദുനിയാവിന്റെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, തിരക്കുകൾ പറഞ്ഞുകൊണ്ട് ആ ഖുർആനെ മാറ്റി വെക്കുന്ന കാഴ്ചയല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൂട്ടുകാരനായിക്കൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ആരാരും സഹായത്തിനില്ലാത്ത സന്ദർഭത്തിൽ ആ ഖുർആൻ നമ്മുടെ കൂട്ടുകാരനായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകനായി വരുവാൻ ഖുർആൻ മാത്രമേ ഉള്ളൂ. ആ ഖുർആനാണ് നമ്മുടെ ശുപാർശകൻ. അതങ്ങ് വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖുർആനിന്റെ അതിൻ്റെതായ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖൽബിന്റെ കഷ്ണം പോലെ, നമ്മുടെ ശ്വാസം പോലെ ഖുർആനെയും കൊണ്ട് നടക്കുവാൻ സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ പല രൂപത്തിലുള്ളതായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മദ്രസയിൽ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് ചെറിയൊരു സൈക്കിൾ ചവിട്ടിയപ്പോൾ വന്ന് വീഴുകയും ചെറുതല്ലാത്തൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും, വീഴ്ചയിൽ ചെറുതല്ലാത്തൊരു മുറിവുണ്ടായിട്ടുണ്ട്. ആ കുട്ടി രോഗത്തിൽ നിന്ന് മുക്തിയാകുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെയുള്ളതായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എല്ലാ കഷ്ടപ്പാടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും മാറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين. الحمد لله رب العالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.